ഇപ്രാവശ്യം കാലവർഷം നേരത്തെ എത്തി. സാധാരണ നമ്മുടെ ഒരു ശരാശരി കണക്കനുസരിച്ചിട്ട് ജൂൺ 1-നാണ് കേരളത്തിൽ കാലവർഷം തുടങ്ങേണ്ടത്. ഈ പ്രാവശ്യം അത് മെയ് 24-ന് വന്നു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശക്തമായ മഴയോടുകൂടിയാണ് ഇപ്രാവശ്യം കാലവർഷം കേരളത്തിലെത്തിയത്. 23-ാം തീയതി വൈകുന്നേരത്തോടെ ആരംഭിച്ച മഴ ഇന്ന് കുറച്ചൊരു ശമനം വന്നു എന്ന് പറയാം. ഇപ്പോൾ ഈ സമയത്ത് അതായത് 23 വൈകുന്നേരം ആരംഭിച്ച മഴ 31-ാം തീയതി വരെ തുടർന്നു. അത് കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴയായിരുന്നു. കേരളത്തിൽ വ്യാപകമായി ശക്തിയായ മഴ പെയ്തിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും മിക്കവാറും എല്ലാ ജില്ലകളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. വടക്കൻ ജില്ലകളിൽ പക്ഷേ വളരെ കൂടുതൽ മഴയുണ്ടായിരുന്നു. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് കേരളത്തിലെ വടക്കൻ ജില്ലകളായ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ, കോഴിക്കോട് ജില്ലകളിലാണ് സാധാരണ കാലവർഷക്കാലത്ത് മഴ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അതിശക്തമായ മഴ അല്ലെങ്കിൽ അതിതീവ്രമായ മഴ പല ദിവസങ്ങളിലും ഈ പറഞ്ഞ ഈ 8 ദിവസത്തെ കാലയളവിൽ അതിതീവ്രമായ മഴയോ അല്ലെങ്കിൽ അതിനോടടുത്ത എമൗണ്ട് മഴയോ പെയ്തിട്ടുണ്ട്. അതൊരു 24 മണിക്കൂറത്തെ ടോട്ടൽ റെയിൻഫോളിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ പല സ്ഥലങ്ങളിലും ഒരു ദിവസത്തിൽ അതിശക്തമായ ഒരു സ്പെൽ മഴയുണ്ടാവുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ കാലവർഷത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ശക്തിയായ കാറ്റിൻ്റെ ഒരു കാര്യമാണ്. അതുകൊണ്ടുകൂടി ആളുകൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ, അതുപോലെ കോട്ടയം ഇപ്പോൾ കൂടുതൽ ഈ ജില്ല നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ജില്ലകളിൽ തന്നെയാണോ എല്ലാ പ്രാവശ്യവും മഴ പെയ്യുമ്പം അത് കൂടുതലും മഴ പെയ്യുന്നതും ബാധിക്കുന്നതും, അതോ ഓരോ വർഷം എത്തുമ്പോൾ അതിന് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഈ വർഷം എടുക്കുമ്പോഴും ഈ ഒരു പ്രവചനം പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ അതിരുകളാണ്. അതായത് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് വശത്ത് പശ്ചിമഘട്ടവുമാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത്. അപ്പം മഴക്കാലത്ത് നമുക്ക് പടിഞ്ഞാറൻ കാറ്റാണ് വരുന്നത്. അത് പശ്ചിമഘട്ടത്തിൽ തട്ടിയാണ് കേരളത്തിൽ മഴ കൂടുതൽ വരുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു അലൈൻമെൻറ്റും വിൻഡിൻ്റെ ഒരു ഡയറക്ഷനും തമ്മിലൊരു കോമ്പിനേഷനായിട്ടാണ് ഈ മഴയുടെ അളവ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വടക്കൻ ജില്ലകളും, പിന്നെ വടക്കൻ ജില്ലകളിൽ നിന്ന് വയനാട് ഉൾപ്പെടെ, പിന്നെ ഇടുക്കി ജില്ല, പിന്നെ പത്തനംതിട്ട ജില്ല, പത്തനംതിട്ടയും ഇടുക്കിയോട് ചേർന്നുള്ള കോട്ടയത്തും മഴയുണ്ടാവാറുണ്ട്. ഇതാണ് സാധാരണ ഒരു പാറ്റേൺ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ശരാശരി എല്ലാ ജില്ലയുടെയും ശരാശരി മഴ നോക്കിയാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷവും ഇടുക്കി ജില്ലയിൽ കുറച്ച് മഴ കുറവായിരുന്നു. ഇപ്പം നമ്മൾ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളൊരു ടോട്ടൽ ഒരു കണക്കൂട്ടലിലേക്ക് ഇങ്ങനെ പോകാൻ ഉള്ള സമയമായിട്ടില്ല. എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ പെയ്ത മഴ നോക്കുവാണെങ്കിൽ മറ്റു വടക്കൻ ജില്ലകളിൽ പെയ്ത അത്രയും മഴ നമ്മുടെ മധ്യ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഇനി ശരിക്കും നമ്മുടെ കണക്ക് പ്രകാരമുള്ള കാലവർഷക്കാലം ജൂൺ 1-ന് നാളെ തുടങ്ങുകയുള്ളൂ. ഇപ്പോൾ പെയ്ത മഴ വേനൽ മഴയുടെ കണക്കിലാണ്. മൺസൂൺ വന്നെങ്കിൽ പോലും മൺസൂൺ മഴയായിട്ടല്ല, വേനൽ മഴയുടെ കണക്കിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇനി ജൂൺ 1 മുതൽ എങ്ങനെയിരിക്കും മഴയുടെ വിന്യാസം എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് വേണം ഇപ്പം ഈ പറഞ്ഞ ചോദ്യത്തിന് കൃത്യമായിട്ടൊരു മറുപടി പറയാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജൂണിൽ വരാനിരിക്കുന്ന മഴ ഏതർത്ഥത്തിൽ ഇനി പെയ്യോ കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായതുപോലെ തന്നെ ഒരു വലിയൊരു മഴയുടെ സാധ്യത ഇനിയുണ്ടോ? അത് പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അത് നമ്മൾ IMDയുടെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീസൺ മുഴുവനുമായിട്ടുള്ളൊരു ഫോർകാസ്റ്റാണ്. അത് പ്രകാരം അതായത് ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ അവസാനിക്കുന്ന കാലവർഷക്കാലത്തേക്ക് കേരളത്തിൽ ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടും എന്നാണ് പ്രവചനം. പിന്നെ ജൂൺ മാസത്തിലെ മഴ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു അവലോകനം വന്നിട്ടുണ്ട്. അതും ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടുമെന്നാണ്. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ പൊതുവെ മഴ കുറവാണ്. ആ ഭാഗങ്ങളിൽ മാത്രമാണ് ഒരു മഴ കുറയുന്നതായിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ഉള്ളത്. പിന്നീടാണ് നമ്മൾ ഈ ഓരോ ആഴ്ചയിലും ഈ ജൂൺ മാസം എന്ന് പറഞ്ഞല്ലോ, ജൂൺ മാസത്തിൻ്റെ 4 ആഴ്ചകളിൽ മഴ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അവലോകനം വെച്ച് നോക്കുവാണെങ്കിൽ ഈ ആഴ്ച നമുക്കിപ്പോൾ പെയ്ത പോലെ മഴയുണ്ട്. അതിൻ്റെ അടുത്ത ആഴ്ച കുറച്ച് മഴ കുറവായിരിക്കും.
പിന്നെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പിന്നീടാണ് നമ്മൾ ഈ 7 ദിവസത്തെ ഫോർകാസ്റ്റ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും നമ്മൾ ഇവൻറ്റിനോട് അടുത്ത് വരുമ്പോഴേ ഉള്ളൂ ഏത് രീതിയിലിരിക്കും മഴയെന്ന്. അപ്പോൾ നമ്മൾ ശരാശരി എന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ ഒരു ശരാശരി വാല്യൂ ആണ് നമ്മളീ പറയുന്നത്, ശരാശരിയിൽ കൂടുതലായിരിക്കുന്നുള്ളത്. അത് മഴ എങ്ങനെ ഈ മാസത്തിൽ എങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആശങ്കാജനകമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചും ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വളരെ അധികരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് അധികമായിട്ട് മഴ കിട്ടുന്നത്. അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ സാധാരണ ഒരു കാലവർഷക്കാലത്ത് കിട്ടുന്ന പോലെ നേരിയ മഴ ദിവസങ്ങളോ അല്ലെങ്കിൽ നിന്ന് പെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യം വരുന്നില്ല. അപ്പം മഴയുടെ വിന്യാസമാണ്, അല്ലെങ്കിൽ മഴ എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആഘാതം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ തരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ ആഴ്ചയിലെ കാര്യമാണ് നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം അതിനപ്പുറത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഫോർകാസ്റ്റിൽ നിന്ന് വ്യതിചലിക്കാനുള്ളൊരു സാഹചര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് മുമ്പുണ്ടായൊരു പ്രളയത്തിന് ശേഷം എപ്പോഴും പേടിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ വർഷം അങ്ങനെ ഒരു മിന്നൽ പ്രളയം, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചിട്ട്? ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മഴ എങ്ങനെ പെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഇത് കാലവർഷത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾക്ക് ഈ 8 ദിവസം ഇതുപോലെ മഴ കിട്ടിയത്. നേരെ മറിച്ച് ഞാനൊരു ഒരു സാഹചര്യം പറയുന്നേ ഉള്ളൂ, അങ്ങനെ ഉണ്ടാവും എന്നല്ല പറയുന്നത്, ആശങ്കപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഒരു ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ ആണ് നമുക്ക് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു കാര്യമായ സാഹചര്യം. കാരണം ഇതിപ്പോൾ വേനൽ മഴ നമുക്ക് കിട്ടിയിരുന്നു, എന്നിരുന്നാലും നദികളിലൊക്കെ ജലനിരപ്പൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് കാലവർഷം തുടങ്ങിയപ്പം ആദ്യം പെയ്ത മഴയൊക്കെ ഈ പറയുന്നത് റിവർ റീചാർജിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. പിന്നീടുള്ള മഴയാണ് ഈ ഒഴുക്കുവെള്ളമായിട്ട് അല്ലെങ്കിൽ നദികളിലും തോടുകളിലും അരുവികളിലൊക്കെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു കാരണമായത്. ഇപ്പോൾ ഒരു ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ ജൂണിലെ അല്ലെങ്കിൽ ജൂലൈയിലെ മഴ മുഴുവന് ശേഷം ഓഗസ്റ്റിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുകയോ തുടർച്ചയായ ന്യൂനമർദ്ദങ്ങൾ വരികയോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ കാറ്റ് ഇതുപോലെ ശക്തിയായിട്ടിരിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഓൾറെഡി നദികളും അരുവികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ പെയ്യുന്ന മഴ മുഴുവനും ഈ ഒഴുക്കുവെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പ്രളയ സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഏത് സമയത്ത് പെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രസക്തി അതിൽ നിന്നുകൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു മഴ നമ്മൾ ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് ആശങ്ക ഉണ്ടാകേണ്ട ഒരു സാഹചര്യമായിരുന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടായ അപകടങ്ങളല്ല എന്നല്ല പറയുന്നത്. കാസർഗോഡ് കണ്ണൂരും ഒക്കെ പല സ്ഥലങ്ങളും വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ പോരാ, പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അതുപോലെ മറ്റു പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലർക്കും ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ വീടുകൾ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷേ ഈ മഴ ജൂലൈയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന സാഹചര്യം. ഈ ഇപ്രാവശ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് കാറ്റിൻ്റെ ഇതിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ട് ഇപ്പം കാറ്റിൻ്റെ ശക്തി കൂടിയിട്ടുണ്ടോ? ഇനി അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും പോകുന്നത്? മാത്രമല്ല ഇപ്പം ഈ ഒരു സ്വഭാവം വെച്ചിട്ട് ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഇവിടെ ഒരു കേരളത്തിൽ കാറ്റിൻ്റെ ഒരു സ്വഭാവം കൂടുതൽ ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു അപകടകരമാംവിധമുള്ള അവസ്ഥയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞത്? ഈ വർഷം കാലവർഷം തുടങ്ങിയപ്പം കാറ്റ് അതിശക്തമായിരുന്നു. കാറ്റിൻ്റെ ശക്തി മാത്രമല്ല, ഈ പടിഞ്ഞാറൻ കാറ്റ് എത്ര ഉയരത്തിൽ വരെ കാണപ്പെടുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വർഷം ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിശക്തമായ കാറ്റ് ഒരു 6 അല്ലെങ്കിൽ 6.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ വരെ പടിഞ്ഞാറൻ കാറ്റ് ദൃശ്യമായിരുന്നു. ഇന്ന് കാറ്റിൻ്റെ വേഗത്തിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. അമിനി ഐലൻഡ്സിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനടുത്തുള്ള ഷിപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിൻഡ് സ്പീഡ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പടിഞ്ഞാറൻ കാറ്റ് ദൃശ്യമാകുന്ന ആ ഉയരവും ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവേ മൺസൂൺ ഒരു വീക്ക് ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു ശക്തി കുറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ മഴയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഈ യെല്ലോ അലേർട്ടിനുള്ള അത്രയുള്ള മഴയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ. പിന്നെ നമ്മുടെ എറണാകുളം, ആലപ്പുഴ,
പോലുള്ള കോസ്റ്റൽ ഡിസ്ട്രിക്ട്സിലും കുറച്ച് മഴ 2 ദിവസത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാറ്റ് പറഞ്ഞ പോലെ ഈ നമ്മൾ കേരളത്തിൽ അനുഭവപ്പെടുന്ന കാറ്റെന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പല കേരളത്തിനോട് ദൂരെ കിടക്കുന്ന, അതായത് ദക്ഷിണാർദ്ധഗോളത്തിലുള്ള ഒരു അതിമർദ്ദ മേഖലയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൺസൂൺ കാറ്റിൻ്റെ പ്രഭാവം എന്ന് കരുതപ്പെടുന്നത്. അപ്പോൾ ആ അതിമർദ്ദ മേഖലയുടെ ശക്തിയും അത് എത്രമാത്രം ശക്തമായിരിക്കുന്നു, അതിൽ നിന്ന് എത്ര കാറ്റ് പുറപ്പെടുന്നു, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. നമ്മൾ അതിന് സെമി പെർമനൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മൺസൂൺ എന്നാണ് ഈ മീറ്റോളജിസ്റ്റുകൾ അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റേഴ്സ് പറയുക. അപ്പോൾ ആ ഫീച്ചേഴ്സ് എല്ലാം ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ മഴയുടെ ശക്തിയെ അല്ലെങ്കിൽ കാലവർഷക്കാറ്റിൻ്റെ ശക്തിയെ നിയന്ത്രിക്കുന്ന എല്ലാ ഘടകങ്ങളും അനുകൂല ഭാവത്തിലായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി പല ഘടകങ്ങളും വിപരീതമായിട്ടോ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞോ ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും ഇനി എന്നാണോ അങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ ആ സമയത്താണ് ഇനി നമുക്കിതുപോലെയുള്ളൊരു കാര്യം പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അത് മൺസൂൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ശക്തിയിൽ ഉണ്ടാകുന്ന കാറ്റോ മഴയോ അല്ല. അതിങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഓരോ പൾസസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ആക്റ്റീവ് പൾസ് വരുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഹെവി റെയിൻസ് ഉണ്ടാകുന്നു, പിന്നെ ഒരു വീക്ക് ഫേസിലേക്ക് നമ്മൾ പോകുന്നു. ഇങ്ങനെയാണ് മൺസൂണിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. ഒന്നുകൂടി അറിഞ്ഞാൽ അത് ഈ മത്സ്യത്തൊഴിലാളികൾ സേഫായിട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമായിട്ടുണ്ടോ? ഇപ്പോൾ ഇനി ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് എത്ര ദിവസം അതിന് കാത്തിരിക്കേണ്ടി വരും അവരുടെയൊക്കെ ഒരു? അത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുക എന്നുള്ളത് 2 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന് കാറ്റ്, 2 നമ്മുടെ കടൽ എത്രമാത്രം ക്ഷോഭിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അടുത്ത 2 ദിവസത്തേക്ക് കടലിലെ തിരമാലകൾക്ക് നല്ല ഉയരമുണ്ട്. 4 മീറ്ററിനോളം അടുത്ത് ഉയരത്തിലുള്ള തിരമാലകളുണ്ട്. പിന്നെ കാറ്റിൻ്റെ ശക്തി കൂടുന്നതുകൊണ്ട് കടൽ ക്ഷോഭിക്കുകയുമാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തേക്ക് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷവും അറബിക്കടലിലെ, അതായത് നമ്മുടെ ഓപ്പൺ സീ ഏരിയയിലുള്ള കാറ്റിൻ്റെ വേഗം അത്ര പെട്ടെന്ന് കുറയില്ല. കാരണം നമ്മൾ കരയിൽ കാറ്റിൻ്റെ ശക്തി കുറയുന്ന അത്രയും വേഗത്തിൽ കടലിലെ കാറ്റിൻ്റെ വേഗം കുറയില്ല. അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, സമയമെടുത്തിട്ടേ അതിൻ്റെ ആ ഒരു ചേഞ്ച് പ്രത്യക്ഷത്തിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അറബിക്കടലിൻ്റെ ഓപ്പൺ ഏരിയകളിൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നുള്ള വിലക്ക് മാറ്റാനായിട്ട്. പക്ഷേ കേരള തീരത്തും കർണാടക തീരത്തും ലക്ഷദ്വീപിലും 2 ദിവസത്തിന് ശേഷം ഈ 2 ദിവസം വരെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. 2 ദിവസത്തിന് ശേഷം ആ സ്ഥിതിഗതികളൊന്ന് അവലോകനം ചെയ്തതിന് ശേഷം മാറ്റേണ്ടതുണ്ടെങ്കിൽ ഈ വാർണിങ്സ് മാറ്റും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടേ ഉള്ളൂ പറയാൻ പാടുള്ളൂ. ഇന്നത്തെ ഒരു അവലോകനം അനുസരിച്ചിട്ട് 2 ദിവസത്തെ വാർണിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ.